നമസ്കാരം. ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പുരാതന ബൈബിൾ കയ്യെഴുത്തു പ്രതികളിൽ ഒന്നായ കോഡെക്സ് എച്ചിൽ എന്ന പുതിയ നിയമത്തിന്റെ ഇതുവരെ കണ്ടെത്താനാകാത്ത 42 പേജുകൾ കണ്ടെടുത്ത ഗവേഷകർ അത്യാധുനിക മൾട്ടി സ്പെക്ട്രൽ ഇമേജിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഈ നിർണായക കണ്ടെത്തൽ നടത്തിയത്. വർഷങ്ങളായി ഈ പേജുകൾ ഗവേഷകർക്ക് കണ്ടെത്താനാകാതെ മറഞ്ഞുകിടക്കുന്ന നിലയിലായിരുന്നു. പഴയകാലത്ത് വിലപിടിപ്പുള്ള പാച്ച്മെന്റുകൾ വീണ്ടും ഉപയോഗിക്കുന്നതിനായി പഴയ എഴുത്തുകൾ മായ്ച്ചു കളയുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ആധുനിക സ്കാനിംഗ് സാങ്കേതിക വിദ്യയിലൂടെ മാഞ്ഞുപോയ ഈ അക്ഷരങ്ങളെ വീണ്ടെടുക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചു. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന കുട്ടികളെ സഹായിക്കുന്നതിനായി വത്തിക്കാന്റെ ഡിക്കാസ്ട്രി ഫോർ ദ സർവീസ് ഓഫ് ചാരിറ്റി ആരംഭിച്ച പുതിയ സംരംഭത്തിന് പ്രമുഖ ക്രൈസ്തവ സംഘടനയായ ക്രോസ് കാത്തലിക് ഔട്ട്റീച്ച് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ക്രോസ് കാത്തലിക് ഔട്ട്റീച്ചിന്റെ 25ാം വാർഷിക വേളയിലാണ് ഈ സഹകരണമെന്നത് ശ്രദ്ധേയമാണ്. ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സഹായിക്കുന്നതിൽ സംഘടന കാണിക്കുന്ന പ്രതിബദ്ധതയെ വത്തിക്കാൻ അഭിനന്ദിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ യുക്രൈനിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും മെഡിക്കൽ സഹായം എത്തിക്കുന്നതിലും ഈ സംഘടന വത്തിക്കാനുമായി ചേർന്ന് സജീവമായി പ്രവർത്തിച്ചിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനത്തിന്റെ സന്ദേശം എത്തിക്കുന്നതിനും യുദ്ധം തകർത്ത ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകുന്നതിനും ഇത്തരം കൂട്ടായ്മകൾ വലിയ പങ്കുവഹിക്കുമെന്ന് വത്തിക്കാൻ വക്താക്കൾ അറിയിച്ചു. കൊളംബിയയിൽ തുടരുന്ന ആഭ്യന്തര സംഘർഷങ്ങളിലും അക്രമങ്ങളിലും ഇരകളാക്കപ്പെട്ടവർക്കായി ലിയോ 14 മാർപ്പാപ്പ പ്രത്യേക പ്രാർത്ഥനാഭ്യർത്ഥന നടത്തി. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന പ്രസംഗത്തിനിടയിലാണ് മാർപ്പാപ്പ കൊളംബിയയിലെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുവാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസികളോട് ആഹ്വാനം ചെയ്തത്. അക്രമം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലെന്നും അത് കൂടുതൽ ദുരിതങ്ങൾക്കും നാശത്തിനും മാത്രമേ കാരണമാകൂവെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി എല്ലാവരും ചർച്ചയുടെയും അനുരഞ്ജനത്തിന്റെയും പാത സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് അക്രമങ്ങളിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്കും വീടുപേക്ഷിച്ച് പോകേണ്ടി വന്നവർക്കും വേണ്ടിയും പാപ്പ പ്രാർത്ഥിച്ചു. പ്രോലൈഫ് സംഘടനകൾക്ക് തങ്ങൾക്ക് ഫണ്ട് നൽകുന്ന ദാതാക്കളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുവാനുള്ള അവകാശമുണ്ടെന്ന് വ്യക്തമാക്കുന്ന നിർണായക ഇടപെടലുമായി അമേരിക്കൻ സുപ്രീം കോടതി തങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരുടെ പേരുകൾ വെളിപ്പെടുത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിർബന്ധിത നിയമത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുവാൻ ഒരു പ്രോലൈഫ് കേന്ദ്രത്തിന് കോടതി അനുമതി നൽകി. സംസ്ഥാനത്തെ നിയമപ്രകാരം ചാരിറ്റബിൾ സംഘടനകൾ അവരുടെ പ്രധാന ദാതാക്കളുടെ വിവരങ്ങൾ സർക്കാരിന് കൈമാറണമെന്ന വ്യവസ്ഥ നിലവിലുണ്ട്. എന്നാൽ ഈ വിവരങ്ങൾ പുറത്തുവരുന്നത് തങ്ങളുടെ ദാതാക്കളെ വേട്ടയാടുന്നതിനും അവർക്കെതിരെ വിവേചനം ഉണ്ടാകുന്നതിനും കാരണമാകുമെന്നും പ്രോലൈഫ് സംഘടന വാദിച്ചു. ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്നും സംഘടന ചൂണ്ടിക്കാണിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ അർമേനിയൻ വംശഹത്യയുടെ ജീവിക്കുന്ന സാക്ഷിയായി മരിയ വർത്താനിയൻ തന്റെ 111ാം ജന്മദിനം ആഘോഷിച്ചു. വിശ്വാസത്തിലും സഹിഷ്ണുതയിലും അടിയുറച്ച ഒരു ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ മുത്തശ്ശി ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നത്. 1913 ജനിച്ച മേരി 1ാം ലോക മഹായുദ്ധകാലത്ത് നടന്ന അർമേനിയൻ വംശഹത്യയുടെ ഭീകരത നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ്. ലക്ഷക്കണക്കിന് അർമേനിയക്കാർ കൊല്ലപ്പെട്ട ആ കാലഘട്ടത്തിൽ അത്ഭുതകരമായാണ് മേരി രക്ഷപ്പെട്ടത്. പിന്നീട് ലെബനനിലേക്ക് കുടിയേറിയ അവർ അവിടെയാണ് തന്റെ ജീവിതം കെട്ടിപ്പടുത്തത്. തന്റെ ദീർഘായുസ്സിനും അതിജീവനത്തിനും കാരണം ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണെന്നും പ്രാർത്ഥനയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്നും മേരി സാക്ഷ്യപ്പെടുത്തുന്നു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.